മാനസാന്തരം നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരവും ലോകവുമൊക്കെ ആണെങ്കിൽ ആ ലോകത്തെയും ശരീരത്തെയും ഒന്ന് മാറ്റി പ്രതീക്ഷിച്ച് അവിടെ ആത്മാവിന് വലിയ സ്ഥാനം കൊടുത്ത് ആത്മാവിനെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പരിശീലിപ്പിക്കുന്ന രീതിയാണല്ലോ മാനസാന്തരം. അങ്ങനെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും മനസ്സ് അവിടെ നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ വചനങ്ങളിൽ വായിക്കുന്നതും നമ്മുടെ ആത്മീയമായ ലോകത്ത് അതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ അത് സ്നേഹത്തിൻ്റെ കുറവാണ്. സ്നേഹം കുറഞ്ഞു പോകുന്നിടത്തൊക്കെ പാപത്തിൻ്റെ സാധ്യതകളുണ്ട്. അത് ദൈവത്തോടുള്ള സ്നേഹമാകാം, മറ്റുള്ളവരോടുള്ള സ്നേഹമാകാം, അങ്ങനെ നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹമാകാം. അതൊക്കെ കുറഞ്ഞു പോകുമ്പോൾ ഏത് അവസ്ഥയിലാണോ നമ്മൾ ആയിരിക്കുന്നത് അതിനെയാണ് പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ തെറ്റുകളായിരിക്കാം, പാപങ്ങളായിരിക്കാം. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള തരത്തിൽ ഇങ്ങനെ സ്നേഹം കുറഞ്ഞു പോകുന്ന അവസ്ഥകളെ ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കി അതിനെ ഒന്ന് തിരിച്ചറിയുവാനും ആത്മാവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാനുമായിട്ട് ഉള്ളൊരു ശ്രമമാണ് മാനസാന്തരം. ദാവിഞ്ചിയുടെ ഒരു കഥ, ദാവിഞ്ചിയെ പറ്റിയിട്ട് പറയുന്ന കഥയാണ്. അത് എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല. അദ്ദേഹം മനോഹരമായിട്ടുള്ള ചിത്രം, തിരുവത്താഴത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുന്നത് തെരുവിലൂടെ നടന്നുപോയി വഴിയിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഇരുത്തി ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു മനോഹരമായിട്ട് പാട്ട് പാടുന്ന സംഗീതോപകരണം വായിക്കുന്ന ഒരു യുവാവായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ കാണുന്നത്. അയാളെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റുഡിയോയിൽ ഇരുത്തി അദ്ദേഹം ആ ഒരു ചിത്രം വരയ്ക്കുകയാണ്. അയാളുടെ മുഖത്ത് നോക്കി ചിത്രം വരച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി. യോഹന്നാൻ്റെ ചിത്രമായിരുന്നു, മനോഹരമായ യുവകോമളനായ യോഹന്നാൻ. പിന്നീട് അദ്ദേഹം വീണ്ടും മറ്റ് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവസാനം യൂദാസിനെ പറ്റിയിട്ട്, യൂദാസിനെ വരയ്ക്കാനായിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. നോക്കുമ്പോൾ വലിയ താടിയൊക്കെ ആയിട്ട്, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട്, കണ്ടാൽ ഒരു കൊള്ളക്കാരനെ പോലെയൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ. അയാളെ വിളിച്ചുകൊണ്ട് വന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരുത്തിക്കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. വരച്ചിട്ട് അത് യൂദാസിന് വളരെ യോജിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ വന്ന മനുഷ്യൻ ദാവിഞ്ചിയോട് പറയാണ്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ വന്നിരുന്നു. നാളുകളല്ല, കുറച്ച് മാസങ്ങൾക്ക് ഒക്കെ മുൻപ് ഞാൻ ഇവിടെ വന്നിരുന്നു. വന്ന സമയത്ത് അങ്ങ് എന്നെ നോക്കി വരച്ചത് യോഹന്നാൻ്റെ ചിത്രമാണ്. ഞാനിപ്പോൾ യൂദാസിനെ പോലെയായി. എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നുപോയ തെറ്റുകളുടെ, പാപത്തിൻ്റെയൊക്കെ അവസ്ഥകളാണ് എന്നെ ഇങ്ങനെ കൊണ്ട് ഞാൻ എത്തിച്ചത്. അപ്പോൾ ആത്മാവിൻ്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തെറ്റുകൾ കടന്നു പറ്റുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ രൂപം തന്നെ മാറിപ്പോവുകയാണ്. അത് ശരീരത്തിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ യോഹന്നാൻ്റെ ആ ചിത്രം വരച്ച ആ മനുഷ്യൻ യൂദാസിനെ പോലെയാകുന്നത്. അപ്പോൾ സ്നേഹം കുറഞ്ഞു പോകുന്നതാണ് പാപത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അവസ്ഥകളിലൂടെ, സ്നേഹത്തിൻ്റെ പുണ്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പാപാവസ്ഥയിലേക്ക് ചെന്ന് ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഐ എം ഇൻ എ റോങ് പ്ലേസ്, ഞാൻ നിൽക്കുന്ന സ്ഥലം തെറ്റ് സംഭവിക്കുന്ന സ്ഥലമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഒരിക്കൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയത്ത് ആദ്യമായിട്ട് ദിവ്യകാരുണ്യം കൊടുക്കുന്നത് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചുകുട്ടികൾക്കാണ്. അപ്പോൾ അവർക്ക് ദിവ്യകാരുണ്യം കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഈ തിരുവോസ്തി രൂപത്തിലുള്ള ഈശോയെ എടുത്ത് ഒരു കുട്ടിയുടെ, അൾത്താരബാലൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്ത് ഇത് യേശുവിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഉടനെ തന്നെ ആ ദിവ്യകാരുണ്യ തിരുവോസ്തിയിൽ വസിക്കുന്ന ഈശോയുടെ ആ തിരുവോസ്തി എടുത്തുകൊണ്ട് എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സ്വീകരിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അനുരഞ്ജനത്തിൻ്റെ കൂദാശ, കുംഭസാരം ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ കുംഭസാരം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് സ്വീകരിക്കാനായിട്ട് യോഗ്യതയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉടനെ തന്നെ ഒരു പ്രതികരണം, സാരമില്ല, നീ കുമ്പസാരിച്ചില്ലെങ്കിലും നീ ഇത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അവന് അത് നാവിൽ തന്നെ വെച്ചു കൊടുക്കുകയായിരുന്നു. അവൻ്റെ ഉള്ളിലുണ്ടായ ഒരു അവബോധമാണ് ഞാൻ പാപത്തിൻ്റെ അവസ്ഥയിലാണ് എന്നുള്ളത്.
എന്നാൽ ഞാൻ അവിടെ തന്നെ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ ആ പാപത്തിനുള്ള മോചനം നൽകി അവനെ തിരിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ടുള്ള രീതിയിൽ അവനെ മാറ്റിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അവബോധം ഇത് മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു അവബോധം. ആ കൊച്ചുകുട്ടിക്ക് നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ അവന് പറയാനുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അതുപോലെ ഓരോരുത്തർക്കും നമുക്കെല്ലാം പല സമയങ്ങളിലായിട്ടൊരു പക്ഷേ നമ്മുടെ മനസാക്ഷിയിൽ ഉണ്ടാകുന്ന ഒരു ദൈവസ്വരമുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ഉള്ളിൽ തെറ്റുണ്ടോ എന്നൊക്കെ. ആ തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ നമുക്ക് തിരിച്ചു വരാം, ദൈവത്തിലേക്ക് തിരിച്ചു വരാം, ആത്മീയമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം, വചനങ്ങളിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരു ആത്മാവിനെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.